നമസ്കാരം. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ സ്റ്റോറി പറയാൻ പറ്റുന്നതാണ്, വേറൊന്നുമല്ല. ഞാൻ MBBS പഠിച്ചത് പുറത്താണ്, ചൈനയിലാണ് പഠിച്ചത്. 2018 ഞാൻ തിരിച്ചു വന്നിട്ട് 2019 ഞാൻ FMG എക്സാം ക്ലിയർ ചെയ്തിട്ട് കേരളത്തിൽ ഞാൻ രജിസ്റ്റർ ചെയ്യും. കേരളത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാതെ ഞാൻ ഡൽഹിയിൽ പോയി. കാരണം ഞാൻ ആൾറെഡി ഇൻറ്റേൺഷിപ്പ് ചെയ്തതുകൊണ്ട് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിൽ അവിടെ പോയി. അവിടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ആവശ്യം, നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ ഗവൺമെൻറ് തന്നെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. 3 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു അവിടെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കോവിഡായി. അതെല്ലാം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂരിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2022 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന രീതിയിലാണ് ഞാൻ നീറ്റ് PG എഴുതാൻ പോകുന്നത്. ക്ലിനിക്കിലാണ് നോക്കിയത്, പക്ഷേ എൻ്റെ റാങ്ക് കുറച്ച് ബാക്കിലോട്ടായിരുന്നു. അപ്പോഴത്തേക്ക് നോൺ ക്ലിനിക്കിലേ കിട്ടുമായിരുന്നു, ഗവൺമെൻറ്റിൽ. പ്രൈവറ്റിലല്ലാതെ കിട്ടുമായിരുന്നു, നല്ല സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇനി പ്രൈവറ്റിൽ പഠിക്കണ്ടെന്ന് വെച്ചു. പഠിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തന്നെ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചു. വീടിനടുത്തുള്ള കോളേജിൽ തന്നെ ഭാഗ്യത്തിന് കിട്ടി. നല്ല കോളേജാണ്, അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെയാണ്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഗവൺമെൻറ്റിൽ ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കറിയത്തില്ല, അവർക്ക് ഈ പാർട്ടിപരമായിട്ട് ഭയങ്കര രീതിയിൽ സ്വാധീനമുണ്ട് അവർക്ക്. അപ്പം നമ്മളെയൊക്കെ വളരെ പരമ പുച്ഛമാണ്. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എനിക്ക് അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെ പോയി. കോളേജിൽ പോയ സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ TC വേണമെന്നാണ്. സത്യം പറഞ്ഞാൽ TC ആവശ്യം ഈ +2 പഠിച്ച് MBBS പോകണവർക്കേ ഉള്ളൂ. ഈ കോളേജ് വെച്ചാൽ ചെറുതാണ്, അവർക്ക് ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്രാഞ്ചസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് MBBS കുറച്ച് PG സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവരുടെ കുറ്റമല്ല, അവർക്ക് ചിലപ്പം അറിയാത്തതുകൊണ്ടായിരിക്കും. കാരണം എൻ്റെ പല ഫ്രണ്ട്സും ഇന്ത്യയിൽ ഒട്ടുമിക്ക പല കോളേജിലും പോയിട്ടുണ്ട്. അവർക്കൊക്കെ മെസ്സേജ് അയച്ചു, ഇവൻ സീനിയേഴ്സിനൊക്കെ മെസ്സേജ് അയച്ചു. അവരെല്ലാവരും പറയുന്നത് മൈഗ്രേഷൻ മാത്രം മതി. അപ്പോൾ എൻ്റെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ബാക്കിയെല്ലാം ഉണ്ട്, TC ഇല്ല. TC അങ്ങനെ കൊടുക്കത്തില്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്. അത് UK ജർമ്മനിയിലോ ഒക്കെ പോകുന്ന ആൾക്കാർ, അമേരിക്കയിലൊക്കെ പോയി പഠിക്കുന്ന അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഇവിടെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ 3-4 ദിവസം ഞാനിങ്ങനെ ദിവസം രാവിലെ പോകും, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. ഒരു നമുക്ക് പോസിറ്റീവ് റെസ്പോൺസും ഇല്ല. അവരെന്തോ വലിയ കാര്യം ചെയ്യുന്നതാണ്. ശരിയാണ്, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്, കാര്യമുണ്ട്. പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിംഹാൻസി വർക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ പാതി പേരേ ഉള്ളൂ അവിടെ. പക്ഷേ അവരത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര എഫിഷ്യൻ്റായിട്ട്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. മേ ബി അവരുടെ ഒരു വർക്ക് എൻവയോൺമെൻറ്റിൻ്റെ ഇതായിരിക്കും. കാരണം അവിടെയുള്ള ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ തന്നെയാണ്. അപ്പം അതെനിക്ക് മനസ്സിലായത് അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവർ NMCക്ക്, നാഷണൽ മെഡിക്കൽ കൗൺസിലിന് മെയിൽ അയച്ചു. അവിടെ നിന്ന് റിപ്ലൈ വന്നപ്പോൾ ശരിയായി, കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ സ്റ്റേറ്റിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് അതിനൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ പോകണം, നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പം എല്ലാ സ്റ്റേറ്റിനും അവരുടേതായ മെഡിക്കൽ കൗൺസിലുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്ത് ഒക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഡൽഹിയിലായിരുന്നു. എനിക്ക് ഒരു രാത്രി കൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് മെയിൽ അയച്ചേ ഉള്ളൂ, ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം പിറ്റേ ദിവസം തന്നെ അവരെനിക്കത് ഇഷ്യൂ ചെയ്ത് തന്നു. NOC 2000 രൂപയ്ക്ക് അടുത്താണ് അവിടെ NOCക്ക് ചിലവായത്. പക്ഷേ ഒരു രാത്രി കൊണ്ട് കിട്ടി. പക്ഷേ ഇവിടുത്തെ കേരള സ്റ്റേറ്റിൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മാസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് നിൻ്റെ രജിസ്ട്രേഷന് ചിലപ്പം 5-6 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഞാനൊന്നും വിശ്വസിച്ചില്ല. കാരണം ഒരു സ്റ്റേറ്റിലും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണത ഞാൻ കേട്ടിട്ടില്ല ഇന്നും. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേർക്ക് അവിടെ മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയിട്ട് വേണം കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് ഉണ്ട്, KUHS എന്നുണ്ട്. അവിടെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വേണം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അത് വെച്ചിട്ട് വേണം തീസിസ്, ബാക്കി പേപ്പേഴ്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ്. അങ്ങനെ എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. കോളേജിൽ നിന്നും ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ എവിടെ രജിസ്ട്രേഷൻ നിങ്ങളിവിടെ പഠിക്കുന്നതാണോ എന്നൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ ഞാൻ എനിക്കിപ്പം ഒരു വർഷം നമുക്കൊരു 20 CL ഉണ്ട്. അതിനകത്തൊരു 10-12 CL എനിക്ക് പോയത് തന്നെ ഈ ട്രിവാൻഡ്രത്ത് പോയതാണ്. എത്ര തവണ പോയെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ 3-4 ദിവസം അവിടെ പോയി. പക്ഷേ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഭയങ്കര ബാഡാണ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ അവിടെ നിന്നൊരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാണ്, അവിടെ ഇരിക്കുന്നതൊക്കെ ടെമ്പററി ആയിട്ട് പലയിടത്തും വന്ന ആൾക്കാരാണ്. അത് ഈ ഗവൺമെൻറ് പോകാതെ രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങനെ പൊളിറ്റിക്സായിട്ട് എന്നെ പറയുന്നില്ല, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ഏകദേശം നവംബർ ആദ്യത്തെ വീക്കിൽ ഞാൻ കൊടുത്ത സാധനം ഇന്ന് എൻ്റെ കൈ കിട്ടി. ഇതൊരു ടെമ്പററി രജിസ്ട്രേഷനാണ്, ഇതൊരു പെർമനൻ്റ് അല്ല. എനിക്ക് ജസ്റ്റ് ഒരു 3 വർഷത്തേക്ക് മാത്രം ഇവിടെ വർക്ക് ചെയ്യാമെന്ന രീതിയിലുള്ള ടെമ്പററി രജിസ്ട്രേഷൻ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ബോണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ആദ്യമേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്കിവിടെ ഇൻറ്റേൺഷിപ്പ് ഇല്ല, അതുകൊണ്ട് പെർമനൻ്റ് ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇൻറ്റേൺഷിപ്പ് ചെയ്താലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എങ്കിൽ ഓക്കെ ശരി, എനിക്ക് സീറ്റ് വേണ്ട, നിങ്ങളത് എടുത്തോ, എനിക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോട്ട് സീറ്റ് അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് എനിക്ക് പോകാനുള്ള. അപ്പോൾ അവർ പറഞ്ഞു ഒക്കത്തില്ല, നിങ്ങൾ ബോണ്ട് ഒപ്പിട്ട് കഴിഞ്ഞു, 50 ലക്ഷം രൂപ ബോണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 50 ലക്ഷം രൂപ ബോണ്ട് അടയ്ക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിനെ പ്രൈവറ്റ് എടുക്കാമായിരുന്നു സുഖമായിട്ട്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷനും നമുക്കില്ല.
അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഓക്കെ എന്തായാലും എടുത്തു. ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിനടുത്താണ്, 3-4 വർഷം വീട്ടിലിരിക്കാവുന്ന രീതിയിൽ ഓക്കെ എടുക്കാവുന്ന രീതിയിൽ അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നവംബറിൽ കൊടുത്ത സാധനം എന്താ ഇന്ന് മെയ് 6-ാം തീയതിയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കിട്ടുന്ന മാത്രമല്ല, കഴിഞ്ഞ മാസം ഏപ്രിൽ 6-ാം തീയതിയാണ് എനിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടുത്തെ കൗൺസിൽ ആൾക്കാരുമായിട്ട്. അതായത് ഏപ്രിൽ 6-ാം തീയതിയാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു എത്ര തവണ വിളിച്ചു എന്ന് എനിക്കറിയത്തില്ല. അവർ പറയുന്നത് അതിനകത്ത് എന്തോ സാധനം ആരാ സൈൻ ചെയ്യാനുണ്ട്, സൈൻ ചെയ്തില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് ചെന്നാൽ എക്സ്ക്യൂസസ് മാത്രമേ ഉള്ളൂ. കാരണം അതോടുകൂടി ഞാനും അതേ രീതി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മളോട് കാണിക്കുന്നത് നമുക്ക് തിരിച്ച് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഡൽഹിയിലൊക്കെ വെച്ചിട്ട് ഡൽഹി മെഡിക്കൽ കൗൺസിൽ എന്നോട് ചെയ്ത കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ ഞായറാഴ്ച വരെ, ഈവൻ സൺഡേസിൽ വരെ ഞാൻ ട്യൂഷൻ എടുക്കുമല്ലോ. കാരണം എനിക്കിഷ്ടമാണ്. കാരണം നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു അതിനൊക്കെ നമ്മൾ തിരിച്ച് പെരുമാറേണ്ട ആവശ്യമുള്ളൂ. സോ അങ്ങനെ ഇത് കിട്ടിയത് ഏകദേശം ഇത്രയും മാസം കഴിഞ്ഞാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കേരളത്തിൽ എന്താ പറയുക, കേരളത്തിൽ ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഏകദേശം ഒരു 15 അടുത്തൊക്കെ ഉള്ളൂ സ്റ്റൈഫൻഡ്. പക്ഷേ നമ്മൾ വാർഷികമായിട്ട് അടയ്ക്കേണ്ട ഫീസ് 85 അറൗണ്ടാണ്. ഇതേ സെയിം സാധനം നമ്മൾ ഡൽഹിയിലാണെങ്കിൽ എനിക്ക് ഞെട്ടിപ്പോയി ഞാൻ ഇവിടുത്തെ അവസ്ഥ കേട്ടിട്ട്. ഡൽഹിയിൽ 1 ലക്ഷത്തിൽ പുറത്ത് 1.10 അവിടുത്തെ സ്റ്റൈഫൻഡ്. അവിടുത്തെ ഇയർലി ഫീ എന്ന് പറയുന്നത് ഒരു 15,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് ആ റേഞ്ചിലായിരിക്കും. നമ്മൾ UP കുറിച്ച് പലരും പറയാറുണ്ട്. UP ഇത് തന്നെയാണ് അവസ്ഥ. ഏകദേശം 95K അടുത്തുണ്ട്. ഏകദേശം ഒരു 25-30 അത്രയാണ് അവിടുത്തെ ഫീസ്. എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾക്ക് കിട്ടുന്ന കാശിൻ്റെ ഒരു 1/3 ഒക്കെ ആയിരിക്കും അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വേറെ ജോലിയില്ല. മെഡിക്കൽ പ്രൊഫഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ സെറ്റിൽ ആവാൻ ഒരുപാട് സമയമെടുക്കും. അത് ക്ലിനിക്കാണ്, നമ്മൾ നോൺ ക്ലിനിക്കാണ്. പല സംസ്ഥാനങ്ങളും നോൺ ക്ലിനിക്കാരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നില്ല. കാരണം നോൺ ക്ലിനിക്കാർ പഠിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്നുള്ള വലിയൊരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് പറയാനാണെങ്കിൽ, അങ്ങനെ ഞാൻ ഇവിടുത്തെ മെഡിക്കൽ കൗൺസിലിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ഒന്നും ശരിയായിരുന്നു മാത്രമല്ല അവസാനം ഇവിടുത്തെ PG അസോസിയേഷനുണ്ട്. നമ്മൾ ഈ അവസാനം കേട്ടാണല്ലോ റുവൈസ് എന്ന് പറഞ്ഞൊരു കുട്ടി തിരുവനന്തപുരത്തുള്ള പുള്ളിക്കാരനായിരുന്നു കഴിഞ്ഞ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ. അപ്പം പുള്ളിക്കാരൻ മറ്റേ ശ്രീധരത്തിൻ്റെ മറ്റേ ഓടി കാറും ലക്ഷക്കണക്കിന് രൂപയുടെ മറ്റേ സ്വർണവും ഏക്കർ കണക്കിന് വസ്തുവൊക്കെ വേണ്ട ഇഷ്യൂ ആയിട്ട് അകത്ത് പോയ ആൾ. ആ പുള്ളിക്കാരനായിരുന്നു പ്രസിഡന്റ് PG അസോസിയേഷൻ്റെ. ഒരു തവണ ഒരു സമരം ഉണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നവംബർ മാസത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും സമരത്തിന് പോയി, എനിക്കൊരു ആബ്സെൻറ്റും കിട്ടി അങ്ങനെ പോയ വകുപ്പിൽ. സോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് PG അസോസിയേഷൻ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കുറഞ്ഞ സ്റ്റൈഫൻഡിൽ ഇവിടെ ജോലി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും ഹൈ ഫീസിൽ നമ്മളിവിടെ പഠിക്കേണ്ട അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസോസിയേഷനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്ന SFIയുടെ ആൾക്കാരാണ്. ഈ SFIയുടെ ആൾക്കാരെന്ന് പറയുന്നത് അറിയാലോ. ഈ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റ്, PGയുടെ പ്രസിഡന്റിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റ് ഞാൻ ചോദിച്ചു. പുള്ളിക്കാരൻ നമ്മൾ ധനമന്ത്രിയെ പോയി കണ്ടെന്ന് പറഞ്ഞു. ധനമന്ത്രി ഓക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഈ അടുത്ത ആഴ്ച നമ്മുടെ അടുത്ത സ്റ്റൈഫൻഡ് വരും. അപ്പോൾ കണ്ടോ, പഴയ കണക്ക് തന്നെയായിരിക്കും. മേ ബി ഒരു മാസം നമുക്ക് കിട്ടിയത് 20 ദിവസം സാലറി അങ്ങനെയൊക്കെയാണ്. സോ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, ഏതെങ്കിലും FMG സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം കേരളം എടുക്കാതിരിക്കുക. കേരളം വിട്ട് വേറെ സ്റ്റേറ്റ് എടുക്കുക. കാരണം വളരെ നല്ല രീതിയിലുള്ള വർക്ക് എൻവയോൺമെൻറ്റ്, പിന്നെ ഈ റിസർച്ചിനൊക്കെ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. കാരണം അവരൊക്കെ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നതാണ് റിസർച്ച്. കേരളത്തിലേക്ക് പോരാ. കാരണം എനിക്കറിയത്തില്ല, കാരണം ഫണ്ടിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് അവർക്ക് ഫണ്ടിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ട്. അതൊക്കെയല്ല ബാക്കി സ്റ്റേറ്റുകൾ, അവർക്ക് ഒരുപാട് രീതിയിൽ ഫണ്ടിങ്ങും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള സ്റ്റൈഫൻഡിൻ്റെയും ഫീസിൻ്റെയും കാര്യം, പിന്നെ നമ്മുടെ ജീവിത ചിലവെന്ന് പറയുന്നത് പലരും പറയാറുണ്ട് കേരളത്തിൽ വളരെ ചെറുതാണെന്ന്, വളരെ കുറവാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും നല്ല ചിലവാണ് മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എനിക്ക് ജസ്റ്റ് പറയാനുള്ള എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. കാരണം ഇങ്ങനെ അബദ്ധം വേറെ ആർക്കും സംഭവിക്കരുത്. നിങ്ങൾക്ക് ഇപ്പം പുറത്ത് കേരളത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഒരു കാരണവശാലും കേരളത്തിന് പുറത്ത് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ കേരളത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാത്തവർ നീറ്റ് PG കേരളത്തിൽ എടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ഫോറിൻ പഠിച്ച കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയാനുള്ള ഇവിടെ സ്റ്റൈഫൻഡിൻ്റെയും മറ്റു കാര്യങ്ങളുമാണ്. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഇനിയും എനിക്ക് അങ്ങോട്ട് പോവേണ്ടതാണ്. അവർ അടുത്ത പണി തരും. അവസാനം ഞാനിത് ശരിയാക്കി എടുത്തത് തന്നെ മറ്റേ
ട്രിവാൻഡ്രത്തെ ഒരു ഇലക്ഷൻ കാൻഡിഡേറ്റ് വഴിയാണ് ഞാൻ അപ്പോൾ ശരിയാക്കി എടുത്തത് തന്നെ ഇത്. അതിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. അതാണ് ഏകദേശം 1 മാസം പിന്നെ ഡിലേ ആയത്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവർക്കും നന്ദി.